ഹലോ, സ്നേഹം നിറഞ്ഞവരെ, ഓശാന തിരുനാൾ ഇതുപോലെ ഒരു കുരുത്തോല വാങ്ങിച്ചതിന് ശേഷം ബാലൻ അമ്മയോട് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. അമ്മേ, ഈ ഓല നമ്മൾ ഇനി എന്തിനാണ് ഉപയോഗിക്കുന്നത്? അമ്മ ആദ്യം ഒന്ന് ഞെട്ടി. പക്ഷെ അമ്മ പിന്നീട് പറഞ്ഞ മറുപടി ഓശാനയുടെ യഥാർത്ഥ അർത്ഥം നമുക്ക് പകർന്നു തരുന്നതാണ്. ഈ ഓലയാണ് പെസഹ അപ്പത്തിൽ നമ്മൾ കുരിശായിട്ട് ഉപയോഗിക്കുന്നത്. സ്നേഹം നിറഞ്ഞവരെ, ജെറുസലേമിലേക്ക് രാജകീയമായിട്ട് പ്രവേശിക്കുന്ന കർത്താവ്, ആൾക്കൂട്ടങ്ങൾക്ക് മധ്യേ, ഹോസാന വിളികൾക്ക് മധ്യേ കടന്നു പോകുന്ന കർത്താവ്, ആ കർത്താവ് യഥാർത്ഥത്തിൽ നമുക്ക് നൽകുന്ന സന്ദേശം ഹോശാന കുരിശിലാണ് അവസാനിക്കുന്നത്. അവിടെ നിന്നത് ഉത്ഥാനത്തിലേക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ നിരാശപ്പെടേണ്ട, അത് കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ സൂചന കൂടിയാണ്. രണ്ടാമതായി, ഹോശാന ദിവസം കർത്താവ് നമ്മളെ കൂടുതൽ എളിമപ്പെടാൻ പഠിപ്പിക്കുകയാണ്. രാജാവായ കർത്താവ് കഴുതക്കുട്ടിയുടെ പുറത്താണ് ഇറങ്ങി വരുന്നത്. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, കൂടുതൽ സിമ്പിളായി, എളിമയുള്ളവരായി കർത്താവിൻ്റെ സഹനങ്ങളും ദിവ്യരഹസ്യങ്ങളും ധ്യാനിച്ചുകൊണ്ട് ഓശാന വിളികൾക്ക് മധ്യേ കർത്താവിൻ്റെ രക്ഷ കണ്ടുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.